ചാർജിലുള്ള മലയാളികൾക്ക് മാസം എങ്ങനെയാണ് 2800 3000 കൊടുത്ത് മന്ത്ലി റെന്റ് കൊടുക്കാതെ സ്വന്തം അപ്പാർട്ട്മെന്റ് എങ്ങനെ താമസിക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. സോ വീഡിയോയിലോട്ട് പോവാം. ഇത് നമ്മുടെ വ്ളോഗ് നമ്പർ 2 ആണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അലിഫിന്റെ റെഡി ആയിട്ടുള്ള അൽമംഷ എന്ന് പറഞ്ഞ കമ്മ്യൂണിറ്റിയിലാണ്. നമ്മുടെ ദുബായ് ഷാർജ ബോർഡറിന്റെ തൊട്ടടുത്തായിട്ടാണ് നമുക്ക് ഈ കമ്മ്യൂണിറ്റി വരുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇവിടെ നമുക്ക് റെഡി ടു മൂവ് അപ്പാർട്ട്മെന്റ് ഈ കാണുന്ന കമ്മ്യൂണിറ്റി റെഡി ടു മൂവ് അപ്പാർട്ട്മെന്റ്സും ഉണ്ട്. അതേപോലെ തന്നെ ഇനി ഹാൻഡ് ഓവർ ആകാൻ പോകുന്ന അപ്പാർട്ട്മെന്റ്സും അവൈലബിൾ ആണ്. ഇവിടെ നിങ്ങൾ 20% ഡൗൺ പേയ്മെന്റ് അടച്ച് മന്ത്ലി ഒരു 3000 താഴെ മാത്രം നിങ്ങൾ അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഒരു അപ്പാർട്ട്മെന്റ് നിങ്ങൾക്ക് റെന്റ് കൊടുക്കാതെ താമസിക്കാൻ പറ്റും. സോ ഞാൻ കമ്മ്യൂണിറ്റി അതിൽ നിന്ന് കാണിച്ചു തരാം. നിങ്ങൾ അതിൽ നിന്ന് കമ്മ്യൂണിറ്റി കണ്ടിട്ട് വാ. ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇത് കംപ്ലീറ്റ്ലി കാർ ഫ്രീ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും കുട്ടികളൊക്കെ ഓടിക്കളിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് നടന്നുകൊണ്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിൽ വണ്ടികളോ കാര്യങ്ങളൊന്നും വരത്തില്ല. എല്ലാം അണ്ടർഗ്രൗണ്ടിലാണ് വരുന്നത്. അതാ നോക്ക്, അത്യാവശ്യം വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഫാമിലീസും അതേപോലെ തന്നെ യൂറോപ്യൻസും ഇന്ത്യൻസും എല്ലാം താമസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. ഇനി ഇത് ആ കാണുന്ന അപ്പാർട്ട്മെന്റ് ഇനി ഈ വർഷം അവസാനം ഹാൻഡ് ഓവർ ആകുന്നതാണ്. ബട്ട് റെഡി ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ കമ്മ്യൂണിറ്റിക്കകത്തുണ്ട്. നമുക്ക് കുട്ടികളുടെ പാർക്ക് വരുന്നുണ്ട്, സ്വിമ്മിംഗ് പൂൾ വരുന്നുണ്ട്, ഒരുപാട് അമ്യൂണിറ്റീസ് കമ്മ്യൂണിറ്റിക്കകത്തുണ്ട്. പക്ഷേ ഇനി വരാൻ പോകുന്ന അവരുടെ പുതിയ പ്രൊജക്റ്റിലാണെങ്കിൽ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയാണ് അവർ കൊണ്ടുവരാൻ പോകുന്നത്. ഇത് നമുക്ക് സ്വിമ്മിംഗ് പൂൾ ഒന്ന് കണ്ടിട്ട് വരാം. സോ നമ്മളിപ്പോൾ ആ കമ്മ്യൂണിറ്റിക്കകത്ത് നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഫ്രണ്ടാണ് നിൽക്കുന്നത്. ഈ കാണുന്നതാണ് സ്വിമ്മിംഗ് പൂൾ. ഈ ടൈമിൽ ഒരുപാട് ഫാമിലീസും കാര്യങ്ങളൊക്കെ അതിനകത്തൊന്ന് കുളിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കാണിക്കുന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ അപ്പാർട്ട്മെന്റ് ഒന്ന് കണ്ടിട്ട് വരാം. സോ നമ്മളിനി കാണാൻ പോകുന്നത് ഈ ഡെവലപ്പറിന് തന്നെ റെഡി ആയിട്ടുള്ള 2 ബെഡ്റൂമാണ്. പക്ഷേ ഇവിടെ 2 ബെഡ്റൂംസ് അവൈലബിലിറ്റി കുറവാണ്. 1 ബെഡ്റൂംസാണ് നമുക്ക് കൂടുതലുള്ളത് റെഡി ടു മൂവ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 2 ബെഡ്റൂം കാണിച്ചു തരാം. ഇതാ കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു വിശാലമായ ലിവിങ് ഏരിയ, TV, സോഫ, പിന്നെ നമ്മുടെ ബാൽക്കണി. തൊട്ട് ഫ്രണ്ടിലായിട്ട് നമുക്ക് 10-20ഓളം യൂണിവേഴ്സിറ്റീസ് വരുന്നുണ്ട്. സോ നിങ്ങൾ റെന്റൽ വൈസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റെന്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് ലൊക്കേഷനാണ്. പിന്നെ ഇനി ഡെവലപ്പിന് ഏറ്റവും വലിയ പ്രത്യേകിച്ച് നമുക്ക് ക്ലോസ്ഡ് കിച്ചണാണ് വരുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള കബോർഡ്സും കാര്യങ്ങളൊക്കെ ഉള്ള നമ്മുടെ ഒരു ക്ലോസ്ഡ് കിച്ചനാണ്. നിങ്ങൾക്ക് സ്മെല്ലും കാര്യങ്ങളൊന്നും റൂമിലോട്ട് വരത്തില്ല. പിന്നെ പോവുകയാണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് വാഷ്റൂം, ഈ കാണുന്ന വാഷ്റൂം വിത്ത് സ്റ്റാൻഡിങ് ഷവറാണ് വരുന്നത്. നമുക്ക് ഇവിടെ പുറത്തും കബോർഡ്സും കാര്യങ്ങളും വരുന്നുണ്ട്. ഇത് നിങ്ങളുടെ ഫസ്റ്റ് നിങ്ങൾക്ക് കിഡ്സ് റൂമായിട്ട് കൺവേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഒരു റൂമാണിത്. കബോർഡ്സും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ പോവുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം വാർഡ്രോബ് കൂടെ വരുന്നുണ്ട്. അറ്റാച്ച്ഡ് വാഷ്റൂം, സ്റ്റാൻഡിങ് ഷവർ അല്ല ബാത്ത് ടബാണ് നമുക്കിവിടെ വരുന്നത്. സോ നമുക്ക് പിന്നെ പോവുകയാണെങ്കിൽ ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിലെ റൂം. ഈ യൂണിറ്റിന് ബാൽക്കണി ഇല്ലാത്ത യൂണിറ്റാണ്. വാർഡ്രോബും കാര്യങ്ങളും വരുന്നുണ്ട്. ബാൽക്കണി ഉള്ള വേറെ യൂണിറ്റ്സ് അവൈലബിൾ ആണ്. സോ എങ്ങനെയുണ്ട് അപ്പാർട്ട്മെന്റ്? ഒരു ഫാമിലിക്ക്, അച്ഛനമ്മ മക്കൾ എന്നുള്ള ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന അത്യാവശ്യം നല്ലൊരു അപ്പാർട്ട്മെന്റ് ആണ്. ലൊക്കേഷൻ വെച്ച് നമുക്ക് അത്യാവശ്യം നല്ല 60,000 to 80,000 വരെ, 1 ബെഡ്റൂമിന് 60,000, 2 ബെഡ്റൂമിന് 80,000 വരെ റെന്റ് കിട്ടുന്ന ഒരു ഏരിയ ആണ്. ഒരു സ്റ്റാൻഡലോൺ അപ്പാർട്ട്മെന്റ് വാങ്ങിക്കുന്നതിന് പകരം ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു വീട് വാങ്ങിച്ചാൽ എന്താണെന്ന് കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ സ്ഥലങ്ങളാണ്. നിങ്ങൾക്ക് പുറത്തിറങ്ങി വന്നിരിക്കാം, നിങ്ങളെ രക്ഷിതാക്കൾക്ക് വന്ന് ബാക്കിയുള്ളവരടുത്ത് മിണ്ടിയും പറഞ്ഞു ഇരിക്കാനുള്ള ഒരു കോറിഡോർ, അതൊക്കെ ഇത്രയും ബിൽഡിങ്ങിന്റെ സെന്ററിലായിട്ട് ഇതൊരു ഒരിക്കലും ഒരു അമ്യൂണിറ്റി എന്ന് പറയാൻ പറ്റത്തില്ല. ബട്ട് സ്റ്റിൽ അവർ ഫാമിലി ലിവിങ്ങിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് സ്പേസ് ഈ കമ്മ്യൂണിറ്റിക്കകത്ത് കൊടുക്കുന്നുണ്ട്. സോ ഈ കമ്മ്യൂണിറ്റിയെ പറ്റി നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇവിടെ കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഇവിടെ റെഡി ഓപ്ഷൻസ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഓഫ് പ്ലാൻ ആണെങ്കിൽ ഓഫ് പ്ലാൻ ഓപ്ഷൻസ് അവൈലബിൾ ആണ്.